അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാൻ മാസമാണ്. നാം അറിയാതെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ നോമ്പ് വെള്ളത്തിൽ എഴുതിയതുപോലെയാകും. വെള്ളത്തിൽ എഴുതിയാൽ അന്നേരം എഴുത്ത് കാണുന്ന പോലെ തോന്നും, സെക്കൻഡുകൾ കൊണ്ട് അത് മായും എന്നതുപോലെ നോമ്പ് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. നോമ്പുകാരാണ്, പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുന്നു, നോമ്പുകാരനാണ്, പൂർണ്ണമായും നോമ്പുകാരാണ്. ഈ വിഷയം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വൈകുന്നേരമാകുമ്പോൾ നോമ്പ് തുറക്കുന്നു, പക്ഷേ പ്രതിഫലം നഷ്ടമാണ്. എങ്ങനെയാണ് നഷ്ടമാകുന്നത്? ഒരു ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന ഇംറഅത്തൈനി സാമത്താ ഫീ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരിമാരും നോമ്പ് നോറ്റു. രണ്ടുപേരും നോമ്പ് നോറ്റു. വൈകുന്നേരമായപ്പോൾ അതിശക്തമായ ദാഹവും ജുഉം അതശും പിടിപെട്ടു. അതിശക്തമായ ദാഹം, അതിശക്തമായ വിശപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആളയച്ചു. എന്താണ് ആളയച്ചു പറഞ്ഞത്? ചോദിക്കാൻ വേണ്ടി വിട്ടത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോമ്പാണ്, രണ്ട് സഹോദരിമാർക്ക് നോമ്പാണ്. പക്ഷേ അതിശക്തമായ ദാഹവും വിശപ്പും കാരണം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, നോമ്പൊന്ന് മുറിച്ചോട്ടെ, ഇതാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹോദരിമാരുടെ ദുരവസ്ഥ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും പറയാതെ, കാര്യങ്ങളൊന്നും വിശദീകരിക്കാതെ, ഈ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് അതിന്റെ ഗുട്ടൻസ്, അതിന്റെ കാര്യം എന്താണ് നോമ്പ് മുറിക്കാൻ, എന്താണ് ഈ ദാഹവും, എന്താണ് ശക്തമായ വിശപ്പും വരാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ ചെന്ന ആളിനടുക്കൽ ഒരു പാത്രം കൊടുത്തയച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിച്ച വസ്തു ഈ പാത്രത്തിലേക്ക് തുപ്പാൻ പറഞ്ഞു, ഛർദിക്കാൻ പറഞ്ഞു. അത്ഭുതപ്പെട്ടു, പാത്രം കൊണ്ടോടി ആ രണ്ട് സഹോദരിമാർ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നോമ്പ് മുറിക്കാനല്ല പറഞ്ഞത്, ഈ പാത്രത്തിലോട്ട് ഛർദിക്കാനാണ് പറയുന്നത്. എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്താണ്? സുബ്ഹാനല്ലാഹ്, പാത്രം കാണിക്കുന്നു. രണ്ട് സഹോദരിമാരും ഈ പാത്രത്തിലേക്ക് മാംസ കഷണങ്ങൾ ഛർദിക്കുകയാണ്, രക്തം ഛർദിക്കുകയാണ്. രണ്ടുപേരും ഒരുപോലെ. കണ്ടുനിന്ന ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. നോമ്പ് അധികമായ വിശപ്പിനാലും ദാഹത്തിനാലും നോമ്പ് തുറക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാത്രം കൊടുത്തിട്ട് അവർ ഭക്ഷിച്ച വസ്തു ഈ പാത്രത്തിലേക്ക് തുപ്പാൻ ഛർദിക്കാൻ പറയുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാത്താനി സാമത്താ അമ്മാ അഹല്ലല്ലാഹു ലഹുമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഭക്ഷണം കൊണ്ടാണ് അവർ ഇടയത്താഴം കഴിച്ചത്. നോമ്പ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്, ഹലാലായ ഭക്ഷണം കൊണ്ടാണ് നോമ്പ് തുടങ്ങിയത്. പക്ഷേ രണ്ടുപേരുടെയും പേരും അള്ളാഹു ഹറാമാക്കിയ വസ്തു കൊണ്ടാണ് അവർ നോമ്പ് തുറന്നത് എന്ന്, നോമ്പ് മുറിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, സഹോദരിമാര് നല്ലതുപോലെ മനസ്സിലാക്കണം. എന്താ സംഭവിച്ചത്? നേരം വെളുക്കുമ്പോൾ രണ്ടിൽപ്പെട്ട ഒരു സഹോദരി അടുത്ത സഹോദരിയുടെ വീട്ടിലെത്തും. ജനങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ്, ആക്ഷേപങ്ങളും പറഞ്ഞു കൊടുക്കുന്നവരായിരുന്നു. ആ ജനങ്ങളുടെ മാംസമാണ് ഈ ഛർദിച്ചത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഇതേ ഒരവസ്ഥ നമുക്കും വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ പ്ലേറ്റ് വെച്ചാൽ, നമ്മൾ ഛർദിച്ചാൽ, ഒരുപക്ഷെ അതിനകത്ത് രക്തമോ
മാംസക്കഷണമോ ആയിരിക്കും. എന്തേ കാരണം? ദിനേന നാം പറഞ്ഞു കൂട്ടുന്നതിന് വല്ല പരിധിയുമുണ്ടോ? വല്ല പരിമിതിയുമുണ്ടോ? എത്രയോ ആൾക്കാരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ സ്വന്തം കാര്യത്തെ സംബന്ധിച്ച് പറയാൻ ധാരാളമുണ്ട്. അത് പറയാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പേറി ഏഷണിയും പരദൂഷണവും പറഞ്ഞ് ഉള്ള കുറ്റങ്ങളെല്ലാം നമ്മുടെ തലയിൽ പേറി നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്? അതുകൊണ്ട് സ്വന്തം ശരീരത്തിന്റെ കുറ്റങ്ങൾ പറഞ്ഞ് പോരായ്മകൾ നികത്തണം. അതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളോ അവരുടെ കാര്യങ്ങൾ ചൂന്നന്വേഷിക്കാനോ നാം പോകേണ്ടതില്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു ഫലവുമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇബാദത്തുകളും ആരാധനകളും നഷ്ടപ്പെട്ടു പോകും. അത് മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിൽ പ്രത്യേകിച്ചും ഈ വിഷയം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലത് സംസാരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.